കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വയം വീഡിയോയിലൂടെ സമൂഹത്തിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടത് തന്നെ അനുരഞ്ജനത്തിൻ്റെയും ധാരണയുടെയും ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സമരത്തിനാധാരമായ പ്രശ്നങ്ങളുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഈ സമരത്തിനാധാരമായ പ്രശ്നം എന്താണ്? 22 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയ നീറ്റ് എക്സാമിനേഷൻ ഉൾപ്പെടെ, അതുപോലെ CBSE എക്സാം ഉൾപ്പെടെയുള്ള നിരവധി മത്സര പരീക്ഷകളിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടും വീഴ്ചയും അപജയവും ഉണ്ടാക്കിയതിന് ഉത്തരവാദികളായവർ തൽസ്ഥാനത്തു നിന്ന് മാറണമെന്നുള്ള ശക്തമായ ആവശ്യമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. ഇതിന് ഉത്തരവാദിയായിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടിയുള്ള ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തെ മാറ്റണമെന്നുള്ളതാണ്. അദ്ദേഹം രാജിവെക്കണം, രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്നുള്ളതാണ്. ആ ആവശ്യത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൻ്റെ വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ട്വിറ്ററിലൂടെയോ ഒരു കാര്യം പോലും പ്രതികരിക്കുന്നില്ല. മറിച്ച് ഭാവിയിൽ പരീക്ഷയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പരീക്ഷാസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണത്തെ സംബന്ധിച്ചും അതിനാവശ്യമായിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് കോടതികളെ സംബന്ധിച്ചുമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത്. ഇവിടെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പുതിയ നിയമനിർമ്മാണം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ആരംഭിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ നീറ്റ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ റിഫോംസിനെ സംബന്ധിച്ച്, പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാവരും തയ്യാറാണ്. പക്ഷേ ഈ 22 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതി അത് റദ്ദു ചെയ്തു, ഫലം വന്ന് റദ്ദു ചെയ്തു, 21 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. രാജ്യത്താകെ വലിയ അരാജകാവസ്ഥയിലേക്ക് രാജ്യത്തെ നയിച്ചതിന് ഉത്തരവാദിയായിട്ടുള്ള അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യാൻ എന്തേ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല? അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം, മൗലികമായ പ്രശ്നം. ഈ എല്ലാ സമരവും അല്ലെങ്കിൽ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി CJP മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ മൗലിക പ്രധാനമായിട്ടുള്ളത് എന്താണ്? സോണം വാങ്ചു അദ്ദേഹം നിരാഹാര സമരം അനുഷ്ഠിച്ചപ്പോഴും മുന്നോട്ട് വെച്ച ആദ്യത്തെ ആവശ്യം എന്തായിരുന്നു? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുക അല്ലെങ്കിൽ പുറത്താക്കുക. പ്രതിപക്ഷം ഞങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? ഈ മന്ത്രി രാജിവെക്കുക, പിന്നീട് നമുക്കിതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ സമരം ചെയ്യുന്ന എല്ലാ വിഭാഗവും 27 ദിവസക്കാലമായി നിരാഹാരമനുഷ്ഠിക്കുന്ന എല്ലാവരും രാജ്യം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സോണം വാങ്ചു ഉൾപ്പെടെ, അതുപോലെ CJPയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും എല്ലാവരും ആവശ്യപ്പെടുന്ന പൊതുവിഷയം ധർമ്മേന്ദ്ര പ്രധാനെ ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഭരണപരമായ ഉത്തരവാദിത്വവും ഏറ്റ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ളതാണ്. ഈ സമരത്തിന്, ജനകീയ പ്രക്ഷോഭത്തിന് ആധാരമായ അടിസ്ഥാനപരമായ ആവശ്യം. ആ ആവശ്യത്തിന്മേൽ പ്രതികരിക്കാതെ ഭാവിയിൽ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളുടെ നിയമനിർമ്മാണവും അനുബന്ധ കാര്യങ്ങളും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് ഗവൺമെൻറ്. അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഉള്ള നിയമം ശക്തമാക്കുക എന്നത്. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന കാര്യത്തിൽ അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇപ്പോഴും സർക്കാർ എടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഇതിൻ്റെ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുക? നാളെയും മറ്റന്നാളും എന്തെങ്കിലും സമരപരിപാടിയുണ്ടോ? ഇപ്പോൾ പ്രത്യേകിച്ച് പ്രത്യക്ഷമായിട്ടുള്ള സമരപരിപാടികൾ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ആലോചിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും പാർട്ടികൾ എന്ന നിലയിൽ അവരവരുടേതായിട്ടുള്ള സമരമുഖങ്ങൾക്ക്, ഇപ്പോൾ കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും അവരുടെ സ്വാധീനവും ശേഷിയുമുള്ള സ്ഥലങ്ങളിലൊക്കെ സമരവുമായി തന്നെ മുന്നോട്ട് പോകും. ഇന്ന് ഇപ്പോൾ ഇവിടെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും CJP പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പരിഹാരമാർഗം എന്താണ്, ആ കാര്യത്തിൽ CJPയുടെ നിലപാടെന്താണ്, ഇതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. തീർച്ചയായും ഒരു കാര്യം ഞങ്ങൾ പറയുന്നുണ്ട്, ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലാതെ ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അഡ്ജോൺമെൻറ്റ് മോഷൻ അനുവദിക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കണ്ടീഷൻ ഇതാണ്: വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. അതിനുശേഷം വിദ്യാഭ്യാസ പരിഷ്കാരത്തെ സംബന്ധിച്ചും പരീക്ഷയിലെ മെച്ചപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ക്രിയാത്മകമായി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും പ്രതിപക്ഷം നൽകും. പക്ഷേ ബേസിക് ഡിമാൻഡ്, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം
ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രി തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്നുള്ളതാണ്.